ഹലോ, നല്ല മൊരിഞ്ഞ കാട ഫ്രൈയും അതിൻ്റെ കൂടെ തന്നെ നല്ല മുരുമുരോട് കൂടിയിട്ടുള്ള ചിക്കൻ ഫ്രൈയും പിന്നെ നല്ല ചൂട് പൊറോട്ടയും എല്ലാം കൂടെ കിട്ടുന്ന ഒരു കിടയിലൻ തട്ടുകട. അതായത് ആ ഒരു ചൂട് പൊറോട്ട, ഒരു മൊരിഞ്ഞ ഒരു കാടയും ആ ഒരു മുരുമുരും ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കിടിലൻ ടേസ്റ്റാണ്. പിന്നെ അതേപോലെ ബീഫ് ഫ്രൈ, കപ്പയും ബീഫും, അതേപോലെ മറ്റേ നമ്മുടെ ചക്ക ഉണ്ടല്ലോ, ചക്കയും ബീഫും കൂടി ഇട്ട സംഭവങ്ങൾ എല്ലാം കിട്ടും. നല്ല ചൂട് പുട്ടൊക്കെ കിട്ടുന്ന ഒരു കട. നമ്മൾ ഭൂതത്താൻകെട്ട് വടാട്ടുപാറയൊക്കെ കറങ്ങി തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കോതമംഗലം റൂട്ടിൽ ഒടക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് സുലൈമാനി തട്ടുകട എന്ന് പറയുന്ന ഒരു തട്ടുകട ഉണ്ടത്. നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കയറിയതാണ്. ചെന്ന് കാണുന്ന കാഴ്ച ഇതാണ്. നല്ല അടിപൊളി ബീഫ് ഫ്രൈ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ കപ്പയും ബീഫും കൂടെ ഉടയ്ക്കുമല്ലോ, കപ്പ ബിരിയാണി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും കപ്പയും ബീഫും ഒക്കെ കൂടി ഇങ്ങനെ ഉടച്ച് ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഉടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു മണം, ഭയങ്കര മണമായിരുന്നു. അവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും നല്ല മണമായിരുന്നു. കൊതി വരും നമുക്ക്. അപ്പോൾ അതൊക്കെ ഇട്ട് ഉടച്ച് റെഡിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചക്കയുടെ സീസൺ വരുമ്പം ചക്കയും അതേപോലെ ബീഫൊക്കെ ഇട്ടൊരു സംഭവമുണ്ട്. പിന്നെ നല്ല ചൂട് പുട്ടൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറാൻ കാരണം ഇതായി ഇരിക്കുന്ന 2 ചിക്കൻ ഫ്രൈ ആട്ടോ. ആ ചിക്കൻ ഫ്രൈയും അതിൻ്റെ ആ ഒരു മുരുമുരും പിന്നെ ആ ചിക്കൻ ഫ്രൈ വറുക്കുമ്പോൾ ഒരു മണവും ഉണ്ട്. സെറ്റ് സാധനമാണ്. നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും പൊറോട്ട ഇങ്ങനെ ചൂടോടുകൂടി ചുട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കണ്ടപ്പം പൊറോട്ടയും കൂടെ മേടിക്കാമെന്ന് കരുതി നമ്മൾ 2 ഫുള്ള് ചിക്കൻ ഫ്രൈ ആണ് ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാട ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാട ഫ്രൈ. അങ്ങനെ അതുകൊണ്ട് ആ ഒരു കാട ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന പാടെ തന്നെ നമ്മൾ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. കുറച്ചും അധികം പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 12 പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമാണ് കാട എടുത്തത് കേട്ടോ. ബാക്കി ആർക്കും കാട ഉണ്ടായിരുന്നില്ല. സംഭവം കാട ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ ആ ഒരു പൊറോട്ടയിൽ വെച്ച് കഴിക്കുന്ന ആ ഒരു ഫീല്. പൊറോട്ട ആണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് അതേപോലെ തന്നെ നല്ല ചൂട്, അതായത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചൂടോടുകൂടി അവരിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ചൂട് പൊറോട്ടയായിരുന്നു. അതും ഞാൻ ആ ഒരു കാട ഫ്രൈയും മുരുമുരും കൂട്ടി കഴിച്ചു. കിടിലനായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബീഫ് ഫ്രൈ, പക്ഷേ ബീഫ് ഫ്രൈ ഞാനങ്ങനെ ഒരുപാട് നല്ലതാണെന്ന് പറയുന്നില്ല, കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ എനിക്കെന്തോ ബീഫ് ഫ്രൈനെക്കാട്ടി കൂടുതൽ ഇഷ്ടമായത് ചിക്കൻ ഫ്രൈയും ആ ഒരു പൊറോട്ടയായിരുന്നു കേട്ടോ. ബീഫ് ഫ്രൈ കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഒത്തിരി അങ്ങ് ഹാർഡായി പോയല്ലോ ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബീഫ് ഫ്രൈ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവറേജ് ആയിരുന്നു. പക്ഷേ ചിക്കൻ ഫ്രൈ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബീഫ് ഫ്രൈ പറയാതെ ഈ ചിക്കൻ ഫ്രൈ എടുത്ത് പറയുന്നത്. ബീഫ് ഫ്രൈനെക്കാട്ടിയും എന്തുകൊണ്ടും ബെറ്ററും നല്ല ടേസ്റ്റ് ഉണ്ടതായിരുന്നു ആ ചിക്കൻ ഫ്രൈ. പിന്നെ ഈ കൂടെ കിട്ടുന്ന നമ്മുടെ ആ ഒരു ചാറ് കിട്ടുമല്ലോ, സാധാരണ നമ്മുടെ ലോക്കൽ ചാറ് പോലെയല്ല ഇത്. കുറച്ചും കൂടെ, അതായത് ആ ഒരു ലോക്കൽ ചാറ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഇരുന്ന് വേറെ കറിയൊന്നും ഓർഡർ ചെയ്യേണ്ട. കാരണം അത്രയും നല്ല ടേസ്റ്റുള്ളൊരു ലോക്കൽ ചാറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗ്രേവി ഉണ്ടല്ലോ അത്. അപ്പോൾ ആ ഒരു ഗ്രേവിയും കൂട്ടി പൊറോട്ട കഴിച്ചു. അതും എന്താ പറയുക, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അത് എടുത്ത് പറയേണ്ടതും ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ആ ഒരു മുരുമുരുവിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോഴും വായിൽ നിൽപ്പുണ്ട്. നല്ല വറ്റൽ മുളകും എല്ലാം കൂടെ ചതച്ച് പിന്നെ ഉള്ളിയൊക്കെ ഇങ്ങനെ വറുത്ത് വരുന്ന ആ ഒരു ടേസ്റ്റ്, അതായിരുന്നു സംഭവം. അതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വടാട്ടുപാറയും അതുപോലെ ഭൂതത്താൻകെട്ടൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ ചാടി ആകെ കുഴഞ്ഞ് വെള്ളത്തിൽ മൊത്തം മുങ്ങി വരുന്നതുകൊണ്ടാണ് ഈ ഒരു കോലം കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഓർഡർ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഒരു കാപ്പിയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കഴിക്കുന്നതിന് ഏകദേശം ഒരു ഫിനിഷിങ് കിട്ടും. അങ്ങനെ ഒരു കാപ്പിയും കൂടെ ഓർഡർ ചെയ്തിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ 2 ഫുള്ള് ചിക്കൻ ഫ്രൈ ആദ്യം ഓർഡർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാരണം ഒരു സിംഗിൾ ചിക്കൻ ഫ്രൈ കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ഫുള്ള് ബീഫ് ഫ്രൈ, 12 പൊറോട്ട, 2 കാപ്പി, ഇത്രയും സാധനങ്ങളായിരുന്നു ഓർഡർ ചെയ്തത്. സംഭവം വില നല്ല കൂടുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ബില്ല് വന്നപ്പോൾ ഞെട്ടിപ്പോയി. വെറും 580 രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം 2 ഫുള്ള് ചിക്കൻ ഫ്രൈ, ഹാഫ് ചിക്കൻ, അതെല്ലാം ആയിട്ട് പോലും 580 രൂപയായിരുന്നിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ തോന്നിയത്. അപ്പോൾ അവിടെ പോണ വഴിക്ക് കഴിക്കേണ്ട ഒരു സംഭവം പൊറോട്ടയും ചിക്കൻ ഫ്രൈയും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കപ്പ ബിരിയാണി, പിന്നെ ചക്ക ഉണ്ടെങ്കിൽ ചക്കയും നമ്മുടെ ബീഫും കൂടെ ചേർത്ത് കിട്ടും. അപ്പോൾ പോണ വഴിക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.